മക്കളെ, കുരുക്ഷേത്ര യുദ്ധം ആസന്നമായിരിക്കുന്നു. കൗരവപക്ഷത്തെയും പാണ്ഡവപക്ഷത്തെയും സൈനികരും സൈന്യാധിപന്മാരും മഹാരഥന്മാരായ വില്ലാളി വീരന്മാരും യുദ്ധഭൂമിയിൽ അണിനിരന്നു കഴിഞ്ഞു. ഇരുപക്ഷത്തുമുള്ളവർ അവരവരുടെ സൈന്യത്തിൻ്റെ ശക്തിയും പ്രാധാന്യവും വിലയിരുത്തുകയാണ്. കൗരവപക്ഷത്ത് അണിനിരന്ന 11 അക്ഷൗഹിണി സൈന്യത്തിൻ്റെയും സർവ്വസൈന്യാധിപനായ ഭീഷ്മരുടെ വ്യൂഹനിർമ്മാണ വൈദഗ്ധ്യത്തിനെയും കുറിച്ച് ദുര്യോധനൻ വിലയിരുത്തുകയാണ്. 7 അക്ഷൗഹിണി സൈന്യത്തെയാണ് പാണ്ഡവർ നിരത്തിയത്. അവരുടെ സർവ്വസൈന്യാധിപൻ ദൃഷ്ടദ്യുമ്നനാണ്. എങ്കിലും കൗരവർക്ക് ഇപ്പോൾ വ്യൂഹം നയിക്കുന്ന ഭീമസേനൻ്റെ ശക്തിയിൽ ഭയമുണ്ട്. യുദ്ധമുഖത്ത് അക്ഷോഭ്യനായി നിൽക്കുന്ന ഭീമനെ കണ്ട് കൗരവ സൈന്യം മാത്രമല്ല, ദുര്യോധനൻ പോലും ഭയന്നുപോയി. യുദ്ധം ആരംഭിക്കുന്നതിനുള്ള കാഹളങ്ങളും വാദ്യഘോഷങ്ങളും വാനോളം ഉയർന്നു. സൈന്യാധിപന്മാർ ശംഖഘോഷം മുഴക്കി. എല്ലാവരും യുദ്ധത്തിനുള്ള ഒരുക്കത്തിൽ നിലകൊണ്ടു. ഈ അവസരത്തിൽ ശ്രീകൃഷ്ണൻ തെളിക്കുന്ന രഥത്തിൽ എത്തിയ അർജുനൻ യുദ്ധഭൂമിയുടെ മധ്യത്ത് ഇരു സൈന്യങ്ങളുടെയും ഇടയിൽ രഥം നിർത്തിക്കൊടുക്കണമെന്ന് കൃഷ്ണനോട് ആവശ്യപ്പെട്ടു. എതിർപക്ഷത്ത് താൻ വധിക്കേണ്ടവരെ ഒന്ന് കാണുവാൻ വേണ്ടിയാണ് അർജുനൻ അങ്ങനെ ആവശ്യപ്പെട്ടത്. തേർത്തട്ടിൽ ഇരുന്നു കൊണ്ട് അർജുനൻ കൗരവ സൈന്യത്തിലേക്ക് കണ്ണോടിച്ചു. യുദ്ധരംഗത്ത് നിരന്നിരിക്കുന്ന ഭീഷ്മർ തുടങ്ങിയ മഹാരഥന്മാരെ കണ്ട്, ഇവരെയൊന്നും വധിക്കുവാൻ പോയിട്ട് അവർക്കെതിരെ യുദ്ധം ചെയ്യാൻ പോലും എനിക്ക് കഴിയില്ല എന്ന് വിലപിച്ചുകൊണ്ട് ഗാന്ധീവവും ആയുധങ്ങളും ഉപേക്ഷിച്ച് പാർത്ഥൻ തേർത്തട്ടിൽ തളർന്നിരുന്നു. ഈ തളർച്ചയകറ്റി യുദ്ധത്തിന് സന്നദ്ധനാകാൻ അർജുനനെ ശ്രീകൃഷ്ണൻ ഉപദേശിക്കുകയാണ്. ഈ ഉപദേശങ്ങളെ ഗീതോപദേശം എന്ന് അറിയപ്പെടുന്നു. മഹാഭാരത കഥയിൽ ഭഗവത്ഗീത എന്ന പേരിൽ ഒരു പ്രത്യേക ഭാഗമായി ഈ ഉപദേശങ്ങളെ സ്വാംശീകരിച്ചിരിക്കുന്നു. ഭഗവത്ഗീത എന്നാൽ ഭഗവാന്റെ ഗീതം അഥവാ പാട്ട് എന്നാണ് അർത്ഥമാക്കുന്നത്. ഇവ ശ്ലോകരൂപത്തിലാണ് രചിക്കപ്പെട്ടിട്ടുള്ളത്. 18 അധ്യായങ്ങളിലായി 700 ശ്ലോകങ്ങളാണ് ഭഗവത്ഗീതയ്ക്ക് ഉള്ളത്. ഈ ശ്ലോകങ്ങളിൽ 41 എണ്ണം സഞ്ജയനും ധൃതരാഷ്ട്രനും തമ്മിലുള്ള സംസാരവും 84 എണ്ണം അർജുനൻ്റെ ചോദ്യങ്ങളും 574 ശ്ലോകങ്ങൾ കൃഷ്ണൻ പറയുന്ന ഉപദേശങ്ങളുമാണ്. അർജുനൻ്റെ ഈ തളർന്ന അവസ്ഥ കണ്ടിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഒരു പുഞ്ചിരിയോടെ അർജുനോട് പറഞ്ഞു, അർജുന, ദുഃഖത്തിന് കാരണമില്ലാത്ത മനുഷ്യരെ ഓർത്ത് നീ ദുഃഖിക്കുന്നു. എന്നിട്ടൊരു പണ്ഡിതനെ പോലെ സംസാരിക്കുകയും ചെയ്യുന്നു. മരിച്ചവരെ കുറിച്ചോ ജീവിച്ചിരിക്കുന്നവരെക്കുറിച്ചോ ചിന്തിച്ച് പണ്ഡിതന്മാർ ദുഃഖിക്കാറില്ല. പാർത്ഥ, ഞാനോ നീയോ ഈ രാജാക്കന്മാരോ ആരും തന്നെ ഏതെങ്കിലും കാലത്തോ എങ്ങനെയെങ്കിലുമോ ഇല്ലാതെയാകുവാൻ പോകുന്നവരല്ല. നമുക്ക് ബാല്യവും യൗവനവും വാർദ്ധക്യവും സംഭവിക്കുന്നത് പോലെ ആത്മാവുകൾ ഒരു ശരീരം വെടിഞ്ഞ് മറ്റൊന്ന് സ്വീകരിക്കേണ്ടതായി വരുന്നു. അതുകൊണ്ട് ധീരനായ ഒരാൾക്ക് ഭയം ഭൂഷണമല്ല. ചൂട്, തണുപ്പ്, സുഖം, ദുഃഖം എന്നിവയെല്ലാം നമ്മെ അനുഭവിപ്പിക്കുന്ന ഇന്ദ്രിയങ്ങൾക്ക് ജീവിതത്തോടുള്ള ബന്ധത്തിന് ആരംഭവും അവസാനവുമുണ്ട്. അതിന് ഉൽപ്പത്തിയും നാശവുമുണ്ട്. ജനനവും മരണവും പോലെ അത് അനിത്യമാണ്. അത് നീ സഹിക്കുക. അർജുന, സുഖത്തെയും ദുഃഖത്തെയും സമാനമായി ഗണിക്കുന്ന ധീരനെ ഇന്ദ്രിയങ്ങൾക്ക് വിഷയങ്ങളോടുള്ള ബന്ധം ദുഃഖിപ്പിക്കുന്നതേയില്ല. അങ്ങനെയുള്ള ധീരന്മാർ മോക്ഷത്തിന് യോഗ്യരാകുന്നു. ഇല്ലാത്ത ഒരു വസ്തു സത്യമല്ല, അതുപോലെ ഉള്ളത് ഇല്ലാതെയും ഇരിക്കുന്നില്ല. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ ജ്ഞാനികൾക്കേ കഴിയൂ. ഈ പ്രപഞ്ചത്തിലുള്ള യാതൊരു വസ്തുവിനും നാശമില്ല. അതിനെ നശിപ്പിക്കുവാൻ ആരാലും കഴിയുകയുമില്ല. നാശമില്ലാത്തതും ആദിമധ്യാന്തങ്ങളില്ലാത്തതും നിത്യനുമായ ജീവാത്മാവിന് സ്വീകരിക്കേണ്ടി വരുന്ന ശരീരങ്ങളൊക്കെയും നാശമുള്ളവയാണ്. അതുകൊണ്ട് അർജുന, നിനക്കെതിരെ നിൽക്കുന്ന ഒരാളുടെയും ആത്മാവിനെ വധിക്കുവാൻ നിനക്കാവില്ല. നിന്റെ ആയുധമേറ്റ് വീഴുന്നതൊക്കെയും അവരുടെ ശരീരം മാത്രമാണ്. അതിനാൽ അർജുന, എഴുന്നേൽക്കൂ, നീ യുദ്ധത്തിന് സന്നദ്ധനാകൂ. പാർത്ഥ, ആത്മാവിന് ജന്യമൃതികളില്ല. നാം പഴയ വസ്ത്രങ്ങൾ മാറ്റി പുതിയവ ധരിക്കുന്നത് പോലെ ആത്മാവ് പഴയ ശരീരം ഉപേക്ഷിച്ച് പുതിയവയെ സ്വീകരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ആത്മാവ് നിത്യനും ജന്യമൃതികളില്ലാത്തവനും ആണെന്ന് അറിയുന്ന ഒരാൾക്ക് ഒരു ശരീരത്തെ എങ്ങനെ ആത്മാവെന്ന് കാണാൻ കഴിയും? ശരീരം നശിക്കുന്നതാണ്. ആത്മാവാകട്ടെ നിത്യനും നാശമില്ലാത്തവനുമാണ്. ആയുധങ്ങൾ കൊണ്ട് ശരീരത്തെ നശിപ്പിക്കാനേ കഴിയൂ. അതിനുള്ളിലിരിക്കുന്ന ആത്മാവിനെ ആയുധങ്ങൾ കൊണ്ട് മുറിപ്പെടുത്താനോ അഗ്നിയാൽ ദഹിപ്പിക്കുവാനോ ജലത്താൽ ലയിപ്പിക്കുവാനോ വായുവിനാൽ ഉണക്കുവാനോ കഴിയില്ല. ഈ പ്രക്രിയകൾക്കെല്ലാം അതീതമാണ് ആത്മാവ്. ചിന്ത കൊണ്ട് കണ്ടെത്താൻ കഴിയാത്തവനും
അവ്യക്തനുമായ ആത്മാവിന് വ്യക്തമായ ഒരു രൂപമോ ഭാവമോ ഇല്ല. പാർത്ഥ, ആത്മാവിൻ്റെ ഈ തത്വം മനസ്സിലാക്കിയാൽ നീ ദുഃഖിക്കേണ്ട കാര്യമില്ല. മറിച്ച് ആത്മാവിന് ജനനമരണങ്ങൾ ഉണ്ടെന്നാണ് നീ കരുതുന്നതെങ്കിൽ അപ്പോഴും ദുഃഖിക്കുന്നതിൽ അർത്ഥമില്ല. ജനിച്ചാൽ മരിക്കുന്നതും മരിച്ചാൽ ജനിക്കുന്നതും സ്വാഭാവികമല്ലേ? അപ്പോഴും നിന്റെ ഈ ദുഃഖം അർത്ഥശൂന്യമാണ്. നീ നോക്കൂ, ജനിക്കുന്നതിന് മുമ്പ് എല്ലാ ജീവജാലങ്ങളും അദൃശ്യരാണ്. മരിച്ചു കഴിയുമ്പോഴും അവ അദൃശ്യമാകുന്നു. ഇടയ്ക്കുള്ള കുറച്ചു കാലം മാത്രമാണ് അവ ദൃശ്യമാകുന്നത്. ചില മഹത്തുക്കൾ ആത്മാവിനെ ആശ്ചര്യമായി കാണുന്നു. മറ്റു ചിലർ ആശ്ചര്യമായി പ്രതിപാദിക്കുന്നു. ഇനി വേറെ ചിലർ ഇതിനെ ആശ്ചര്യമായി കേൾക്കുന്നു. വേറൊരു വിഭാഗം ആത്മാവിൻ്റെ തത്വം അറിയുന്നതേയില്ല. പാർത്ഥ, ഏതൊരാത്മാവും നാശമില്ലാത്തതായിരിക്കെ അവയ്ക്കില്ലാത്ത നാശത്തെക്കുറിച്ച് ചിന്തിച്ച് നീ എന്തിനു ദുഃഖിക്കുന്നു? ഇനി നിന്റെ കർമ്മങ്ങളെക്കുറിച്ച് ആലോചിച്ചാലും നീ ദുഃഖിക്കേണ്ട കാര്യമില്ല. ക്ഷത്രിയൻ്റെ പരമമായ കർമ്മമല്ലേ യുദ്ധം. അതിനാൽ അതിലും മികച്ച ഒരു കർമ്മം ഇപ്പോൾ നിനക്ക് വേറെയില്ല. യുദ്ധം ചെയ്യാൻ പുറപ്പെട്ട നിന്റെ മുന്നിൽ ഇതാ സ്വർഗവും തുറന്നു കിടക്കുന്നു. ക്ഷത്രിയരിൽ ഭാഗ്യശാലികൾ ആയവർക്ക് മാത്രമേ ഇങ്ങനെ ഒരു അവസരം ലഭിക്കുകയുള്ളൂ. ഈ അവസരം നീ പാഴാക്കിയാൽ ധർമ്മം ചെയ്തില്ല എന്നുള്ള പാപത്തിന് നീ പാത്രമാകും. ഈ ലോകം നിന്റെ അധർമ്മം പാടി നടക്കും. ദുഷ്കീർത്തി മരണത്തേക്കാൾ ദാരുണമാണ്. അർജുനൻ തൻ്റെ കർമ്മങ്ങളിൽ നിന്നും ഒളിച്ചോടിയെന്ന് ജനങ്ങൾ പറഞ്ഞു നടക്കും. നീ പറയുന്ന നിന്റെ കഴിവുകളെല്ലാം വ്യാജമായിരുന്നുവെന്ന് ശത്രുക്കൾ വിളംബരം ചെയ്യും. അപ്പോൾ ഇതിനേക്കാൾ വലിയ ദുഃഖമായിരിക്കും നീ അനുഭവിക്കേണ്ടി വരിക. അതുകൊണ്ട് മൗഢ്യം വെടിഞ്ഞെഴുന്നേൽക്കൂ. ജയപരാജയങ്ങളെക്കുറിച്ചും സുഖദുഃഖങ്ങളെക്കുറിച്ചുമുള്ള ചിന്തകൾ വെടിഞ്ഞ് യുദ്ധം ചെയ്യൂ. ജയിച്ചാൽ നിന്റെ ലക്ഷ്യങ്ങൾ നിറവേറും. ഇനി പരാജയപ്പെട്ടാൽ നിനക്ക് വീരസ്വർഗം പ്രാപ്തമാകും. പാർത്ഥ, ജ്ഞാനയോഗത്തിൽ ഉൾക്കൊള്ളുന്ന ഈ തത്വം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇതേ കാര്യം തന്നെ കർമ്മയോഗത്തെ അടിസ്ഥാനമാക്കി കേട്ടുകൊള്ളൂ. നിന്റെ കർമ്മബന്ധങ്ങളെ മറികടക്കാൻ അത് സഹായിക്കും. കർമ്മയോഗത്തിൽ തുടങ്ങിയത് ഒന്നിനും നാശമില്ല. വിപരീത ഫലമുണ്ടാക്കുന്ന ദോഷങ്ങളും ഇല്ല. കർമ്മയോഗത്തിൽ അല്പം മാത്രം ധർമ്മം നിർവഹിച്ചാലും അത് ജനനമരണങ്ങളുടെ ഭീതിയിൽ നിന്നും രക്ഷിക്കുന്നു. കർമ്മയോഗത്തിൽ നിശ്ചയമായി നിൽക്കുന്നത് ബുദ്ധി ഒന്നു മാത്രമാണ്. സുഖകാമികളും ശങ്കാലുക്കളും അവിവേകികളും ആയവരുടെ ബുദ്ധി അവസാനമില്ലാത്തതും പല വഴിക്ക് സഞ്ചരിക്കുന്നതുമാണ്. പാർത്ഥ, ഭോഗാസക്തർക്ക് കർമ്മഫലങ്ങളെ വാഴ്ത്തുന്ന വേദവാക്യങ്ങളിൽ താൽപ്പര്യം സ്വർഗം മാത്രമാണ്. അവർക്ക് പരമസ്വരൂപത്തെ ലക്ഷ്യം വയ്ക്കുന്ന നിശ്ചയബുദ്ധി ഉണ്ടാകുകയില്ല. കർമ്മങ്ങൾ ചെയ്യുക മാത്രമാണ് നിന്റെ അധികാരം. അതിൻ്റെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ നിനക്കൊരധികാരവുമില്ല. അതിനാൽ കർമ്മങ്ങളുടെ ഫലത്തിന് നീ കാരണമാകുക. കർമ്മങ്ങൾ ചെയ്യാതിരിക്കുന്നതിൽ തൽപരനാകാനും നിനക്ക് അധികാരമില്ല. അർജുന, ആഗ്രഹങ്ങളെ ഉപേക്ഷിച്ച് ഏകാഗ്രചിത്തനായി നിന്റെ കർത്തവ്യം നിറവേറ്റൂ. സമചിത്തതയാണ് ഏകാഗ്രത എന്ന് പറയുന്നത്. കാമാധിഷ്ഠിതമായ കർമ്മം ഹീനമാണ്. അതുകൊണ്ട് വീരബാഹു, നീ സമത്വബുദ്ധിയിൽ രക്ഷയ്ക്കുള്ള ഉപായം നേടൂ. സമത്വബുദ്ധിയുള്ളവർ പുണ്യപാപങ്ങളെ ഇഹലോകത്ത് തന്നെ ഉപേക്ഷിക്കുന്നു. അതിനാൽ നീ സമത്വബുദ്ധിയാകുന്ന യോഗത്തെ നേടിയെടുക്കൂ. കർമ്മം എന്നത് ഈ യോഗം തന്നെയാണ്. ഇപ്രകാരം സമത്വബുദ്ധിയുള്ള പണ്ഡിതന്മാർ കർമ്മഫലങ്ങളെ ഉപേക്ഷിച്ചിട്ട് ജന്മമരണങ്ങളുടെ ബന്ധനത്തിൽ നിന്നും മോചിതരായി പരമാത്മപദം പ്രാപിക്കുന്നു. മോഹമാകുന്ന ചെളിക്കുണ്ടിൽ നിന്നും മോചനം നേടാൻ നിനക്ക് സാധിക്കുമ്പോൾ നീ അറിഞ്ഞതും അറിയുവാനിരിക്കുന്നതുമായ ലൗകികവും അലൗകികവുമായ വിഷയങ്ങളിൽ നിന്ന് നീ വിരക്തനായിത്തീരും. പലതും കേട്ട് ചഞ്ചലമായ നിന്റെ ബുദ്ധി അചഞ്ചലമായി സ്ഥിരമായ പരമാത്മതത്വത്തിൽ ഉറയ്ക്കുന്നതോടെ പരമാത്മപ്രാപ്തി എന്ന പദം കൂടി നീ നേടിയെടുക്കും. അപ്പോൾ സ്വസ്ഥചിത്തനായി തീർന്ന പാർത്ഥൻ കൃഷ്ണനോട് ചോദിച്ചു, മഹാത്മാവേ, യോഗം എന്നത് മനസ്സിൻ്റെ സമാധിയാണല്ലോ. ഇങ്ങനെ സമാധിസ്ഥനായ സ്വസ്ഥചിത്തൻ്റെ ലക്ഷണങ്ങൾ എന്താണ്? അങ്ങനെയുള്ള ഒരാൾ എങ്ങനെ പ്രവർത്തിക്കും? പാർത്ഥ, മനസ്സിലുള്ള എല്ലാ മോഹങ്ങളെയും ആത്മാവ് കൊണ്ട് ആത്മാവിൽ തന്നെ പൂർണ്ണതൃപ്തനായ ഒരാൾ സ്ഥിതപ്രജ്ഞൻ അഥവാ സ്വസ്ഥചിത്തൻ എന്ന് അറിയപ്പെടുന്നു. ഏതൊരാളും ദുഃഖമുണ്ടാകുമ്പോൾ ചഞ്ചലചിത്തനാകാതെയും സുഖങ്ങൾ തേടുന്നതിൽ വിരക്തിയോടും സ്നേഹം, ക്രോധം, ഭയം എന്നിവയൊന്നും ഇല്ലാതെയും ഇരിക്കുമ്പോൾ അയാൾ സ്വസ്ഥചിത്തനാണ്. ആമ അവയവങ്ങളെ അകത്തേക്ക് വലിക്കുന്നത് പോലെ ഇന്ദ്രിയങ്ങളെ പിൻവലിച്ച് ആത്മനിയന്ത്രണം പാലിക്കുന്നവൻ സ്ഥിതപ്രജ്ഞനാകുന്നു. ഒരാൾ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നുവെങ്കിലും
അവന് വിഷയസംബന്ധമായ ആസക്തികളിൽ നിന്നും പിൻവാങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ അവനൊരിക്കലും സ്ഥിതപ്രജ്ഞനാകുവാൻ കഴിയില്ല. ഇന്ദ്രിയങ്ങളെ അടക്കിയവന് സ്ഥിതപ്രജ്ഞനാകാൻ വളരെ വേഗം സാധിക്കും. ആസക്തികൾ കാമനകളെ ഉണർത്തുന്നു, അതിനാൽ ലക്ഷ്യപ്രാപ്തിക്ക് തടസ്സം നേരിടുന്നു. ഇപ്രകാരം കാമനകൾ ക്രോധത്തെ ജനിപ്പിക്കുന്നു. അപ്പോൾ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് എന്നിൽ തന്നെ മുഴുകി ധ്യാനത്തിലേർപ്പെടണം. ക്രോധം മനസ്സിനെ മൗഢ്യത്തിലാക്കുന്നു. മൗഢ്യം ഓർമ്മകേടിന് കാരണമാകുന്നു. ഓർമ്മകേട് ബുദ്ധിയെ ശിഥിലമാക്കുന്നു. ബുദ്ധിയുടെ നാശത്തോടെ വ്യക്തിനാശവും സംഭവിക്കും. സമചിത്തതയോടെ ഇന്ദ്രിയങ്ങളാൽ വിഷയങ്ങളെ അനുഭവിക്കുന്ന ഒരാൾക്ക് പ്രസന്നമായ മനസ്സോടെ ജീവിക്കാൻ കഴിയും. പ്രസന്നചിത്തനായ ഒരു കർമ്മയോഗിയുടെ മനസ്സ് വളരെ വേഗം എല്ലാ ഇന്ദ്രിയങ്ങളിൽ നിന്നും മുക്തമായി പരമാത്മാവിൽ ചെന്നു ചേരുന്നു. ഇന്ദ്രിയങ്ങളെ അടക്കാത്തവന് സ്ഥിരബുദ്ധി കൈവരില്ല. അങ്ങനെ യോഗിയായി തീരാത്തവൻ്റെ ഉള്ളിൽ ഭാവനകൾ ഉണ്ടാകുകയില്ല. അപ്പോൾ ശാന്തിയും നഷ്ടമാകും. ശാന്തിയില്ലാതെയായാൽ എങ്ങനെ മനസ്സിന് സുഖം കിട്ടും? അർജുന, ജലത്തിൽ കിടക്കുന്ന ഒരു വഞ്ചിയെ എങ്ങനെയാണോ കാറ്റ് വലിച്ചു കൊണ്ടുപോകുന്നത്, അതുപോലെ വിഷയങ്ങളിൽ വ്യാപൃതരാകുന്ന ഇന്ദ്രിയങ്ങൾ ഏതൊന്നാണോ മനസ്സിനെ ആകർഷിക്കുന്നത്, ആ ഇന്ദ്രിയം യോഗയുക്തമല്ലാത്തവൻ്റെ ബുദ്ധിയെയും ലക്ഷ്യമില്ലാതെ വലിച്ചുകൊണ്ട് പോകും. രാത്രി എന്നതുപോലെ സകല ജീവജാലങ്ങൾക്കും ഇരുളടഞ്ഞതായി കാണപ്പെടുന്ന ജ്ഞാനമാകുന്ന പരമാനന്ദം ലഭിക്കുമ്പോൾ സ്ഥിതപ്രജ്ഞനായ യോഗി ഉണർന്നിരിക്കും. അക്ഷയമായ ജീവിത സുഖങ്ങൾ നേടുന്നതിന് ജീവജാലങ്ങളെല്ലാം പ്രവർത്തിയെടുക്കുന്നിടത്ത് ഈശ്വരൻ്റെ തത്വം മനസ്സിലാക്കിയ യോഗി രാത്രിയിലെന്ന പോലെ ഉറങ്ങുന്നു. നിറയെ ജലമുള്ള സമുദ്രത്തിലേക്ക് എല്ലാ നദികളും ഒഴുകിയെത്തിയിട്ടും സമുദ്രത്തിന് മാറ്റമൊന്നും സംഭവിക്കാത്തതുപോലെ എത്ര സുഖങ്ങൾ വന്നു ചേർന്നാലും അചഞ്ചലമായി അവയെ ഉൾക്കൊള്ളുന്ന യോഗി പരമമായ ശാന്തി നേടുന്നു. എല്ലാ കാമനകളും വെടിഞ്ഞ് അസൂയയും മമതയും അഹങ്കാരവുമില്ലാതെ ജീവിക്കുന്നവന് മാത്രമേ ശാന്തി ലഭിക്കൂ. അങ്ങനെയുള്ള മനുഷ്യർ ബ്രഹ്മപദം നേടി എന്ന് പറയും. സ്ഥിരബുദ്ധിയായ ഒരു യോഗിക്ക് മോഹങ്ങൾ ഉണ്ടാവുകയില്ല. അവസാന കാലത്തെങ്കിലും ഈ സ്ഥിതി നേടാൻ കഴിയുന്നവന് ബ്രഹ്മപദം ലഭിക്കും. ശ്രീകൃഷ്ണൻ പറയുന്ന ഓരോ വാക്കുകളും പാർത്ഥൻ ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരുന്നു. ഈ കഥയുടെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസം കേൾക്കാം.